കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി അന്തർദേശീയ വാർത്തകൾ ശ്രദ്ധിക്കുന്നവർക്ക് ഒരു കാര്യം മനസ്സിലാകും. ലോകം പതുക്കെ പതുക്കെ മാറുന്നു. പതുക്കെ എന്നല്ല, വളരെ വേഗത്തിൽ തന്നെ മാറുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വിഷയം ഇന്നത്തെ അനാലിസ്റ്റിനായി തിരഞ്ഞെടുത്തത് എന്ന് ചോദിച്ചാൽ, ഈ മാറ്റത്തിന് ചുക്കാൻ പിടിക്കുന്നത് ഇന്ത്യയാണ്. ഇല്ലെങ്കിൽ ഈ മാറ്റത്തിൻ്റെ ഒരു ഭാഗത്ത് ഇന്ത്യയുണ്ട്. കാരണം നരേന്ദ്രമോദിയുടെ ചില സന്ദർശനങ്ങളും ചില രാജ്യങ്ങളുടെ നീക്കങ്ങളുമാണ് ഇപ്പോൾ ഈ ഒരു ധൃതി പിടിച്ച മീറ്റിങ്ങുകളാണ് നടക്കുന്നത്. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യയിലെത്തുന്നു, പുടിനെ കാണുന്നു, ഒപ്പം ഓസ്ട്രിയ എത്തുന്നു, അതിന് തൊട്ടു പിന്നാലെ നാറ്റോ സഖ്യത്തിൻ്റെ യോഗം ചേരുന്നു, ചൈനയുടെ നിലപാടുകൾ, ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോഴാണ് ലോകത്തിൻ്റെ ആ ചേരി മാറുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് അമേരിക്ക ഉൾപ്പെടുന്ന ഒരു വലിയ സഖ്യം, അതായത് നാറ്റോ രാജ്യങ്ങൾ മാത്രമല്ല, അമേരിക്കയുടെ സപ്പോർട്ടോട് നിൽക്കുന്ന മറ്റും രാജ്യങ്ങൾ കൂടിയുണ്ട്. മറുഭാഗത്ത് ഇന്ത്യയെ പോലെ ചേരാൻ നയവുമായി നിൽക്കുന്ന രാജ്യങ്ങൾ, മറ്റൊന്ന് റഷ്യയും ചൈനയും അടക്കമുള്ള വമ്പന്മാർ. ഇങ്ങനെയാണ് മൂന്നായി വിഭജിക്കപ്പെട്ടിരുന്ന ആ ഒരു സഖ്യത്തിനിടയിലേക്കാണ് കഴിഞ്ഞ കുറേ കാലമായി ഇന്ത്യ ചില കുറുമുന്നണികൾ രൂപീകരിച്ചിരിക്കുന്നു. കോഡ് സഖ്യം ഉൾപ്പെടെയുള്ള കുറുമുന്നണികൾ രൂപീകരിച്ചെങ്കിൽ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ സഞ്ചരിച്ചു തുടങ്ങിയിരിക്കുന്നു. നരേന്ദ്രമോദിയുടെ മൂന്നാം വരവിൽ ഒരുപക്ഷെ അമേരിക്കയെ പോലും മലർത്തിയടിക്കുന്ന നീക്കങ്ങളാണ് ഇപ്പോൾ ലോകം കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: മോദി ഇങ്ങനെ കറങ്ങി നടന്നാലും ലോകത്തെ അല്ലെങ്കിൽ മറ്റു നേതാക്കളുമായി സംസാരിക്കുമ്പോഴും നമുക്കെന്ത് നേട്ടമാണ് ഉള്ളതെന്ന്, ഖജനാവിൻ്റെ പൈസ മുടിച്ചുകൊണ്ടുള്ള ഈ യാത്ര എന്ന്. ഇത്രയും നാൾ അദ്ദേഹം ചെയ്ത യാത്രയുടെ ഫലമാണ് ഇന്ന് മേക്കിംഗ് ഇന്ത്യയിലും ഒപ്പം തന്നെ ആത്മനിർഭർ ഭാരതിലുമൊക്കെ സംഭവിക്കുന്ന പുതിയ കമ്പനികളുടെ വരവും UPയും തെലുങ്കാനയും അടക്കം വലിയ ഡെവലപ്മെൻറ്റിലേക്ക് നീങ്ങുന്നതുമൊക്കെ. ഒരുപക്ഷെ ഒരു പെട്ടിക്കട പോലും തുടങ്ങാൻ കഴിയാത്ത സാഹചര്യമുള്ള നമ്മുടെ കേരളത്തിലിരുന്നതിനെ വിലയിരുത്താൻ കഴിയില്ല. ഏതെങ്കിലും ആകട്ടെ, അതവിടെ നിൽക്കട്ടെ. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യയിലെത്തി വ്ളാഡിമിർ പുടിനുമായി കാണുകയും വളരെയേറെ പ്രാധാന്യമുള്ള അനവധി കരാറുകൾ ഒപ്പുവെക്കുകയും ചെയ്തു. ഇതിൽ തൊട്ടു പിന്നാലെ വന്ന സ്റ്റേറ്റ്മെൻറ്റുകളൊന്ന് അമേരിക്കയുടേതായിരുന്നു. അമേരിക്ക ഇതിലാദ്യം ഒരു നീരസം പ്രകടിപ്പിച്ചുവെങ്കിലും പിന്നീട് അത് മയപ്പെടുത്തുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മറിയുന്നു. പിന്നീട് പ്രധാനമന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്, എനിക്കെൻ്റെ രാജ്യമാണ് വലുത്, അവിടുത്തെ ജനങ്ങൾക്ക് മുൻപോട്ടുള്ള പോക്കിന് ഉതകുന്നത് എന്തും താൻ ചെയ്യും, അതിന് ആരെയും താൻ ഭയക്കുന്നില്ല എന്ന ധ്വനിയാണ് നൽകിയത്. അതായത് അമേരിക്ക റഷ്യക്കെതിരെ ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പലവട്ടം ഇന്ത്യക്ക് വാണിംഗ് നൽകി കഴിഞ്ഞു. അതായത് ഈ റഷ്യയുമായിട്ടുള്ള ട്രേഡിംഗ് നിർത്തണമെന്ന്. പക്ഷേ ഇന്ത്യ അതൊന്നും വകവെക്കാതെ റഷ്യയിൽ നിന്ന് ട്രേഡിംഗ് നടത്തുകയും വലിയ രീതിയിൽ എണ്ണ വാങ്ങിക്കൂട്ടുകയും ചെയ്തു. ആ എണ്ണ വാങ്ങിച്ച് നമ്മുടെ ഉപയോഗത്തിന് മാത്രമല്ല ആ എണ്ണ ഉപയോഗിച്ചത്, യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അത് മറിച്ചു വിൽക്കുകയും ചെയ്തു. അതായത് നമ്മൾ നല്ല ഒന്നാം തരം ഒരു ഇടനിലക്കാരനും കച്ചവടക്കാരനുമായ കാഴ്ചയാണ് ഈ യുക്രൈൻ യുദ്ധം തുടങ്ങിയതിന് ശേഷം കണ്ടുവരുന്നത്. ഇത് നരേന്ദ്രമോദി ആദ്യമായി ചെയ്യുന്ന കാര്യമൊന്നുമല്ല. അദ്ദേഹം 2014 അധികാരം ഏറ്റെടുത്തതിന് ശേഷം ആഫ്രിക്കയുടെ ചില രാജ്യങ്ങളിൽ നിന്നും തെക്കൻ അമേരിക്കനിലെ ചില സ്ഥലങ്ങളിൽ നിന്നുമൊക്കെ എണ്ണ കൊണ്ടുവരുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതായത് അങ്ങനെയാണ് ഈ ഗൾഫ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് GCC രാജ്യങ്ങളുടെയൊക്കെ അവരുടെ ആ ഒരു ഗർവിന് ശമനം വന്നത് അങ്ങനെയാണ്. അന്ന് പ്രധാനമന്ത്രി എടുത്തൊരു നിലപാടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ രാജ്യം എടുത്തൊരു നിലപാടുണ്ടായിരുന്നു: എവിടെ ലാഭത്തിന് എണ്ണ കിട്ടുന്നു അവിടെ നിന്ന് വാങ്ങുക എന്നുള്ളതാണ് തങ്ങളുടെ പോളിസി. ആര് ലാഭത്തിന് നൽകുന്നു അവിടെ നിന്ന് വാങ്ങുക. മുൻപ് ഈ പെട്രോളിയം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളൊന്നും തന്നെ ഇന്ത്യയുടെ ആവശ്യങ്ങളോട് പ്രതികരിച്ചിരുന്നില്ല. വില കുറയ്ക്കണമെന്ന് നാം നിരന്തരം ആവശ്യപ്പെടുന്നതാണ്. രണ്ടാമത് നമ്മൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യം, ഈ ഡോളർ എന്നുള്ള ആ വിനിമയ ഉപാധി മാറ്റണം. കാരണം ഏഷ്യയിലുള്ള ചൈനയും ഇന്ത്യയും ഒക്കെ തന്നെ ഏറ്റവും കൂടുതൽ എണ്ണ ഇപ്പോൾ വാങ്ങുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ നാണയത്തിൽ ഞങ്ങളെ വിനിമയം ചെയ്യാൻ അനുവദിക്കണമെന്നുള്ളത്. പക്ഷേ വളരെ വൈകിയാണെങ്കിലും സൗദി ഒടുവിൽ അത് അംഗീകരിച്ചിരിക്കുന്നു, UAE അംഗീകരിച്ചിരിക്കുന്നു, പല ഗൾഫ് രാജ്യങ്ങളും അത് അംഗീകരിച്ചിരിക്കുന്നു, ഇപ്പോഴത്തെ റഷ്യയും അംഗീകരിച്ചിരിക്കുന്നു. അങ്ങനെ അമേരിക്ക ഇന്ത്യക്കെതിരെ, ഇന്ത്യ ഇപ്പോൾ, അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുടിനെ കണ്ടതിന് എതിരെ രംഗത്ത് വന്നപ്പോൾ സ്വാഭാവികമായും ഏവരും പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റാണ് അവിടെ സംഭവിച്ചത്. ഇന്ത്യക്ക് പിന്തുണയുമായി എത്തിയത് ഇന്ത്യയുടെ തൊട്ട അയൽരാജ്യമായ അമേരിക്ക പോലും ഭയക്കുന്ന ചൈനയാണ്. ചൈന പറഞ്ഞത്, ഇപ്പോൾ ഇന്ത്യ ചെയ്തത് വളരെ നല്ല കാര്യമാണ്, അവിടെ കൊണ്ടും കാര്യങ്ങൾ തീർന്നില്ല. അതിന് തൊട്ടു പിന്നാലെ ചൈനീസ് വിദേശകാര്യ മന്ത്രിയുടെ ഒരു പ്രസ്താവന കൂടി പുറത്തു വന്നു. കാരണം മാറിയ സാഹചര്യത്തിൽ ഇന്ത്യയും ചൈനയും ഒന്നിച്ചു നിന്ന് പോരാടേണ്ടി വരും, ഒന്നിച്ചു നിൽക്കുന്നതാണ് ഇപ്പോഴത്തെ മാറിയ സാഹചര്യത്തിൽ നല്ലതെന്ന്. ഇതോടുകൂടിയാണ് നാറ്റോ സഖ്യത്തിൻ്റെ യോഗത്തിനിടയിൽ ചൈനയ്ക്കെതിരെ അമേരിക്ക വിമർശനം കടുപ്പിക്കുകയും ചെയ്തു. കാരണം നമുക്കറിയാം, റഷ്യയെ ഉപരോധത്തിലൂടെ ഒറ്റപ്പെടുത്തിയപ്പോൾ റഷ്യയ്ക്ക് എല്ലാവിധ സാങ്കേതിക സഹായവും നൽകി കൂടെ നിന്നത് ചൈനയാണ്. ഒപ്പം തന്നെ ഇന്ത്യയെ സാമ്പത്തികമായും മറ്റും സഹായിക്കാൻ രണ്ടാമതെത്തിയ രാജ്യം ഇന്ത്യയാണ്. അതായത് ചൈനയും ഇന്ത്യയുമായിരുന്നു റഷ്യയ്ക്ക് ഇപ്പോഴും ഇടവും വലവും നിന്ന് ഈ റഷ്യയുടെ ആ ഒരു വലിയ
തകർച്ചയിൽ നിന്ന് റഷ്യയെ കരകയറ്റി താങ്ങി നിർത്തിയിരിക്കുന്നു. അതായത് ഇന്ത്യ, ചൈന, റഷ്യ എന്ന് പറയുന്നൊരു ബന്ധം ഉടലെടുത്ത് വരുന്നു. ഇതിനിടയിലാണ് ഇറാനുമായുള്ള ആ ബന്ധം കൂടുതൽ ദൃഢമാക്കാൻ ഇന്ത്യ മുന്നിട്ടിറങ്ങിയതും ഇറാൻ്റെ തുറമുഖം ഉൾപ്പെടെയുള്ള നടത്തിപ്പ് ഇന്ത്യയെ ഏൽപ്പിച്ചതും ഇപ്പോഴുള്ള അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ഇന്ത്യയാണ് നോക്കുന്നത്. അതായത് മുൻപ് ഒരു സഖ്യം നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു, കൃത്യമായി പറഞ്ഞാൽ ഏതാണ്ട് 20 വർഷം മുൻപ്. അത് റഷ്യ, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, ഇന്ത്യ എന്നുള്ള ഒരു സഖ്യമായിരുന്നു. ആ സഖ്യം വഴി ട്രേഡിങ്ങുകൾ നടന്നിരുന്നു. പക്ഷേ പിന്നീട് അവിടെ ഈ താലിബാനെ പോലുള്ള ഭീകര സംഘടനകൾ വരികയും അമേരിക്ക അവിടെ എത്തുകയും റഷ്യ പിൻവാങ്ങുകയും ഒക്കെ ചെയ്തുകൂടി ആ സഖ്യത്തിന് മങ്ങലേൽക്കുകയും സഖ്യം നിലനിൽക്കാതാകുകയും ചെയ്തെങ്കിൽ വീണ്ടും ആ സഖ്യം സജീവമാകുന്നു എന്നുള്ള സൂചനയാണ് നമുക്ക് ഒരു 2 ആഴ്ചയ്ക്ക് മുൻപ് ലഭ്യമാകുന്നത്. കാരണം ഇറാൻ്റെ തുറമുഖം ഇന്ത്യ ഏൽപ്പിച്ചതോടുകൂടി തന്നെയാണ് ആ ഒരു സഖ്യം വീണ്ടും സജീവമാകും. ഇവിടേക്കാണ് ചൈനയുടെ കൂടെ കടന്നുവരവ്. എന്തുകൊണ്ടാണ് ചൈന ഇപ്പോൾ ഇന്ത്യക്ക് അനുകൂലമായി നിലപാടെടുക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇന്ത്യയോടുള്ള അമിതമായ സ്നേഹം കൊണ്ടൊന്നുമല്ല. കാരണം ചൈനയെ സംബന്ധിച്ച് ഇപ്പോൾ അവരുടെ സാമ്പത്തിക സ്ഥിതി അത്ര മെച്ചമല്ല. കാരണം ചൈനയുടെ പ്രധാന വരുമാന മാർഗം അവിടുന്ന് ഈ വില കുറഞ്ഞ സാധനങ്ങൾ കയറ്റുമതി ചെയ്യുക എന്ന് മാത്രമല്ല, ലോകത്തെമ്പാടുമുള്ള റിയൽ എസ്റ്റേറ്റ് കമ്പനികൾ നടത്തുന്നത് ചൈനീസ് സർക്കാർ തന്നെയാണ്. ചൈനീസ് സർക്കാരിന് കീഴിലുള്ള കമ്പനികളാണ് റിയൽ എസ്റ്റേറ്റ്. അതായത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സാണ് ചൈനയുടെ പ്രധാന വരുമാന മാർഗം. പല രാജ്യങ്ങളിലും വലിയ രീതിയിൽ തന്നെ ഭൂമികൾ പാട്ടത്തിനെടുക്കുകയോ വിലക്കെടുക്കുകയോ ചെയ്തുകൊണ്ടുള്ള ഒരു നീക്കം നമുക്കറിയാം. ശ്രീലങ്കയിലും മറ്റുമൊക്കെ അവർ 99 വർഷത്തേക്ക് ഭൂമി തുറമുഖവും മറ്റും ഏറ്റെടുക്കുന്ന ഒരു കാഴ്ച. പക്ഷേ ഈ അടുത്ത കാലത്തൊക്കെ ചൈന നടത്തിയ ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകളെല്ലാം പൊളിഞ്ഞ് അടുങ്ങിപ്പോയി. അവരുടെ ബാങ്കുകൾ പലതും പാപ്പരാകുന്ന സ്ഥിതിയിലേക്ക് എത്തി. ഇപ്പോൾ ചൈനയുടെ ഒപ്പമുള്ളത്, ഇല്ലെങ്കിൽ ചൈന സഹായം പ്രതീക്ഷിക്കുന്നത് പാകിസ്ഥാനെ പോലെ വളരെ ദരിദ്രമായി ചില രാജ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന ചൈനയ്ക്ക് മുമ്പിൽ ഒരു പ്രധാന വെല്ലുവിളി ഇന്ത്യയാണ്. ഇന്ത്യയുമായ ഒരു ഏറ്റുമുട്ടലിലേക്ക് പോയാൽ സ്വാഭാവികമായി ഇന്ത്യക്കും ചൈനയ്ക്കും അത് വലിയ തിരിച്ചടിയാകും. ഈ 2023-24 നമ്മൾ ട്രേഡിംഗ് റിപ്പോർട്ട് പരിശോധിച്ചാൽ അതിൽ ഏറ്റവും കൂടുതൽ ട്രേഡിംഗ് നടന്നിരിക്കുന്നത് ഇന്ത്യയും ചൈനയും തമ്മിലാണ്. അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ ട്രേഡിംഗാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ 2ാം സ്ഥാനത്ത് മാത്രമേ അമേരിക്ക വരുന്നുള്ളൂ. ഇതും അമേരിക്കയ്ക്ക് ഇന്ത്യയോടുള്ള ഒരു നീരസത്തിന് കാരണമാണ്. രണ്ടാമത് ഇന്ത്യ, റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായി ലീഗൽ അല്ലാതെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക്, ഒരു അലയൻസിലേക്ക് നീങ്ങിയാൽ അത് അമേരിക്കയെ ഏറെ ബാധിക്കും. കാരണം അമേരിക്ക ഒരു ലോക പോലീസ് ആയിട്ടായിരുന്നു ഇക്കാലം അത്രയും നിലനിന്നിരുന്നെങ്കിൽ ഇന്ന് അങ്ങനത്തെ ഒരു പോലീസ് എന്നൊരു പദവി അമേരിക്കയ്ക്ക് നൽകാൻ ചെറു രാജ്യങ്ങൾ പോലും തയ്യാറാകാത്ത സാഹചര്യം. എന്തിനേറെ പറയുന്നു, അമേരിക്കയോടൊപ്പം എക്കാലവും നിലനിൽക്കുന്ന ഗൾഫ് രാഷ്ട്രങ്ങൾ പോലും ഇപ്പോൾ അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിൽക്കാത്ത ഒരു സാഹചര്യം. ഈ അടുത്ത സമയത്താണ് സൗദി അവരുടെ ഒരു വലിയ പ്രഖ്യാപനം നടത്തിയത്. ഡോളറിന് അവരുടെ എണ്ണ കച്ചവടത്തിൻ്റെ പ്രധാന വിനിമയ ഉപാധിയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെയൊക്കെ പോകുന്ന ആ ഒരു അവസരത്തിലാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ ഒരു ആശങ്ക. ഇപ്പോഴത്തെ ആശങ്കയല്ല, അമേരിക്കയ്ക്ക് ഈ ആശങ്ക തുടങ്ങിയിട്ട് കുറേ നാളുകളായി. കാരണം വലതുപക്ഷ രാഷ്ട്രീയം ലോകത്തെമ്പാടും ശക്തിപ്പെടുന്നു, ഇല്ലെങ്കിൽ ശക്തി പ്രാപിക്കുന്നു. ഇറ്റലിയിലായ മെലോണി ഫ്രാൻസിലേക്ക് എത്തുന്നു. ഈ കഴിഞ്ഞ ബ്രിട്ടൻ്റെ UK തെരഞ്ഞെടുപ്പിലും അവിടുത്തെ തീവ്ര വലതുപക്ഷ പാർട്ടി 2018 രൂപം കൊണ്ട ആ പാർട്ടിക്ക് 5 സീറ്റ് നേടാൻ കഴിഞ്ഞതും ഒക്കെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ഭീതിയിലാഴ്ത്തുന്നുണ്ട്. കാരണം വലതുപക്ഷ മനസ്സുള്ള ഒരു രാഷ്ട്രീയം ലോകമെമ്പാടും ശക്തിപ്പെടുന്നതിൻ്റെ ഭാഗം. വലതുപക്ഷ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി സിമ്പിളായി മനസ്സിലാക്കാൻ കഴിയുന്നത് BJPയുടെ രാഷ്ട്രീയം തന്നെയാണ്. അതായത് തീവ്ര ദേശീയതയിൽ ഊന്നി നിൽക്കുന്നതാണ് വലതുപക്ഷ രാഷ്ട്രീയം. അങ്ങനെ ഒരു നേതാവാണ് നരേന്ദ്രമോദി. അദ്ദേഹം നയിക്കുന്ന BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി. അതുകൊണ്ട് തന്നെ ഇതേ മനസ്സുള്ളവർ ഒന്നിക്കുകയാണ് എങ്കിൽ അത് ഒരു വലിയ തിരിച്ചടിയായിരിക്കും അമേരിക്കയെ പോലെ ലോക പോലീസ് ചമയുന്ന ചില രാജ്യങ്ങൾക്ക്. പ്രത്യേകിച്ച് ഇസ്രായേൽ എക്കാലവും ഇന്ത്യയോടൊപ്പം നിൽക്കുന്നു, റഷ്യയും ഇന്ത്യയും കൂടി ഒന്നിച്ചു നിൽക്കുന്നു. ഇവിടെയൊക്കെ ചൈന കൂടി പരോക്ഷമായെങ്കിലും കടന്നു വരുന്ന കാഴ്ചയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നാം കണ്ടത്. അങ്ങനെയെങ്കിൽ ഈ അമേരിക്കയുടെ അപ്രമാദിത്വത്തിന് അന്ത്യം കുറിക്കുന്ന ഒരു നീക്കമായിരിക്കും അത്. കാരണം ഗൾഫ് രാഷ്ട്രങ്ങളും ഇന്ത്യയുമായി തന്നെ അടുത്ത ബന്ധം മുൻപോട്ട് പോകുന്നുമുണ്ട്. എന്തുകൊണ്ട് ഇത് ഇന്ത്യക്ക് സാധ്യമായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു വിപണിയാണ്. 140 കോടി ജനം മാത്രമല്ല ഈ രാജ്യത്തുള്ളത്. ഈ 140 കോടി ജനത്തിനും പർച്ചേസിംഗ് കപ്പാസിറ്റി കൂടുതലുണ്ട്. അതായത് സാധനങ്ങൾ ഇവിടെ ലോഞ്ച് ചെയ്താൽ അത് വാങ്ങിക്കാൻ കഴിവുള്ളവരുടെ എണ്ണം ഈ രാജ്യത്ത് കൂടിക്കൂടി വരികയാണ്. ഇതൊക്കെ തന്നെ കൊണ്ട് മറ്റ് രാജ്യങ്ങൾക്കൊന്നും ഇന്ത്യയെ വെറുപ്പിച്ച് മുൻപോട്ട് പോകാൻ കഴിയുന്നില്ല. ഇന്ന് അമേരിക്കയുടെ അവസ്ഥ, അവരോടൊപ്പം ശക്തമായി നിൽക്കാൻ പറ്റുന്ന രാജ്യങ്ങൾ കുറവാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പ്രത്യേകിച്ച് ഏഷ്യയിൽ. കാരണം ചൈനയുമായിട്ട് പണ്ടേ ഉടക്കാണ്. പിന്നെ ഉള്ളത് ഇന്ത്യയാണ്. ഇന്ത്യയാണെങ്കിൽ ഇപ്പോൾ അവരുടെ നേട്ടത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു സർക്കാരാണ് ഇന്ത്യയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർക്ക് ലാഭകരമായത് മാത്രമാണ് നരേന്ദ്രമോദി ചെയ്യുന്നത്. അവിടെ അവർ അമേരിക്കയോ റഷ്യയോ മറ്റുള്ളവർ താല്പര്യങ്ങളോ നോക്കുന്നില്ല എന്നുള്ളതും അമേരിക്കയെ വലിയ ആശങ്കയിൽ ആഴ്ത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ആയുധം
വാങ്ങിയിരുന്ന ഇന്ത്യയിൽ നിന്ന് ആയുധം കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യയിലേക്ക് ഇപ്പോൾ നാം മാറിക്കഴിഞ്ഞിരിക്കുന്നു. 75 രാഷ്ട്രങ്ങളിലേക്കാണ് നാം ആയുധം കയറ്റുമതി ചെയ്യുന്നത്. എന്തിനേറെ പറയുന്നു, മൊബൈൽ ഫോണുകൾ പോലും ഇന്ന് നമ്മുടെ രാജ്യത്ത് നിന്ന് കയറ്റുമതി ചെയ്യുന്ന നിലയിലേക്ക് മാറിയിരിക്കുന്നു. ഇത് ചൈനയുടെ സാമ്പത്തിക വ്യവസ്ഥ തകരുന്നതിന് ഒരു ചെറിയ കാരണമായിട്ടുണ്ട്. കളിപ്പാട്ട വിപണിയിലേക്ക് ഇന്ത്യ കടന്നു കയറിയതിന് ശേഷം ഏതാണ്ട് 2 വർഷത്തിന് ശേഷമുള്ള റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ ഇന്ത്യ കളിപ്പാട്ട വിപണിയിൽ ഏതാണ്ട് 3-ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. ഇതൊന്നും നമ്മൾ മുൻപ് ഈ മേഖലയിലൊന്നും ഉണ്ടായിരുന്നതല്ല. അങ്ങനെ ട്രേഡിംഗ് രംഗത്തായാലും ഇല്ലെങ്കിൽ വിപണിയിലായാലും ഇന്ത്യയുടെ ഒരു കുതിപ്പ് അത് കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കും കഴിയില്ല. അവിടെയാണ് വെർട്ടിഫിക്കേഷനുമൊക്കെയായി അമേരിക്ക എത്തിയാൽ അത് ഇവിടെ ചിലവാകില്ല എന്ന് അവർക്ക് ബോധ്യമായത്. അപ്പോൾ പിന്നെ ചെയ്യാൻ കഴിയുന്നത് നാറ്റോ സഖ്യത്തെ വിളിച്ചുകൂട്ടി കൂടെ നിൽക്കുന്നവർക്ക് ഊർജ്ജം പകരുന്ന രീതിയിൽ 2 പ്രസ്താവന ഇറക്കുക എന്നുള്ളതാണ്. നരേന്ദ്രമോദിക്ക് എതിരെ നടത്തിയ പ്രസ്താവന അല്പം മയപ്പെട്ടതായിരുന്നു. ഉക്രൈൻ വിഷയമായതുകൊണ്ട് തന്നെ മോദിയിൽ പ്രതീക്ഷ അർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ആ രംഗം തണുപ്പിക്കാൻ ശ്രമിച്ചു. ചൈനയ്ക്ക് എതിരെയുള്ള വിമർശനം അല്പം കടുത്തതായിരുന്നു. അതായത് ചൈനയുമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം നാറ്റോ സഖ്യരാജ്യങ്ങൾ ഉടനടി പരിശോധിക്കണമെന്നൊരു നിർദ്ദേശമായിരുന്നു. അതായത് ലക്ഷ്യം വ്യക്തം. ഏതായാലും ഈ വലയിൽ മോദി വീഴില്ല എന്ന് തന്നെ നമുക്ക് കരുതാൻ കഴിയും. കാരണം വലിയ ലക്ഷ്യങ്ങളാണ് ഈ രാജ്യത്തിനുള്ളത്. ഒപ്പം തന്നെ ലോക നേതാവ് എന്ന നിലയിലേക്ക് അദ്ദേഹം മാറുന്ന ഒരു കാഴ്ചയുമുണ്ട്. ഇതൊക്കെ ഗുണം മോദിക്കല്ല, ഈ രാജ്യത്തിന് തന്നെയാണ്. ഇത് തന്നെയാണ് ന്യൂസ് മലയാളത്തിൻ്റെ പോയിന്റ്. നന്ദി, നമസ്കാരം.